ലാൽബാഗിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാംഗ്ലൂരാണ്, അപ്പുറത്ത് മെയിൻ റോഡാണ്, മെട്രോ അടുത്തുകൂടെ ഉണ്ട്. ഒരുപാട് അനവധി സഞ്ചാരികൾ എന്നും എത്തുന്ന ഒരു സ്ഥലമാണ് ലാൽബാഗ്. ഇവിടുത്തെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ലാൽബാഗ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാൽബാഗിൻ്റെ വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് കാണുന്നത്. ഗാർഡൻ ദൃശ്യങ്ങളാണ് ലാൽബാഗ് കർണാടകയിലാണ്. ഒരു സൈഡ് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ സൈഡാണ്. അത്ര ഇങ്ങനെ വലിയൊരു നടപ്പാതുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ പല വിധത്തിലാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. വെറൈറ്റിയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിവിധ തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പ്ലേസാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഗാർഡനാണ്. നമുക്ക് പ്രതീക്ഷിച്ചില്ല. ലാൽബാഗിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ സമയമാണ്. രാവിലെ തന്നെ കുറേ ആളുകൾ ഇതിലിപ്പോൾ ഇവിടെ ലീവാക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത 5 മണി വരെ ഉണ്ടാവുള്ളൂ. രാവിലെ 7 to 5 സമയം. രാത്രിയൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്ന ഗാർഡൻ അല്ല എന്നുള്ളത് ഒരു ഇതാണ്. വളരെ നല്ല എന്താ പറയുക, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ ലാൽബാഗ്. എന്തായാലും നഷ്ടം ഉണ്ടാവില്ല വന്നാൽ. ഗാർഡൻ്റെ മറ്റൊരു വശത്ത് ഇത്തരം ഒരു ചെടികളാണ്. ഇലയൊന്നും കാണാനില്ല. ഇപ്പോൾ ഈ തണുപ്പൊക്കെ കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ വരുമായിരിക്കും എന്ന് കരുതാം. ലാൽബാഗിൻ്റെ വേറെ വ്യത്യസ്തമായൊരു തരം ചെടികളാണ് നമ്മൾ ഈ കണ്ടത്. നടുവിടെ റോഡുണ്ട് സഞ്ചരിക്കാനായിട്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ. ഇതിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗാർഡനാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നത്. പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മനോഹാരിത തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല